ഈ വാർത്തയിൽ കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. പ്രേംചന്ദ് എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ സർക്കാരിൻ്റെ ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയതാണ്. അതോടൊപ്പം തന്നെ നടൻ തിലകൻ്റെ സുഹൃത്ത് അമ്പലപ്പുഴ രാധാകൃഷ്ണനും ചർച്ചയിലുണ്ട്. ആദ്യം പ്രേംചന്ദ്, ഇപ്പോൾ മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുത്, അതിന്മേൽ ഇപ്പോൾ അന്വേഷണം നടത്താനേ പാടില്ല എന്ന മട്ടിൽ ഹേമ കമ്മിറ്റി പറഞ്ഞു എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇരകളുടെ പേര് പുറത്തു പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ഈ കമ്മിറ്റി ചെലുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇരകളുടെ ഒരു വിവരം പുറത്തു വരാതിരിക്കാൻ, അത് ആ തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും അത് അങ്ങനെയായിരുന്നു എന്ന ഈ റിപ്പോർട്ടിൽ തന്നെ വിശദമായി പറയുന്നുണ്ട്. പക്ഷെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ വേട്ടക്കാരുടെ കാര്യത്തിലും ആ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കണം എന്ന രൂപത്തിലേക്കാണോ സർക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്? ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇടതുപക്ഷ സർക്കാരിൽ വിശ്വാസമർപ്പിച്ച ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇരകളുടെ വിക്ടിംസിൻ്റെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് ഒരു ഔദാര്യമൊന്നുമല്ല, അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമാണ്. ആ നിലക്ക് നൽകപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി ഞാൻ കരുതുന്നു. ശ്രീ പ്രേംചന്ദ്, ഒന്നുകൂടി തുടരാമോ? ഇതിലിപ്പോൾ WCC ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. WCC ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നിയമ നടപടികളിലേക്ക് കടന്നാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അതെന്നും നിയമ നടപടികളിലേക്ക് സർക്കാരിന് അങ്ങനെ സ്വന്തം നിലയ്ക്ക് പോകാനാകില്ല എന്നുമാണ് ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം എന്ന മട്ടിലാണ് സർക്കാർ പറയുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, WCC അത്തരമൊരു നിലപാടെടുത്തതായി ഞാൻ ഇതുവരെ പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിട്ടില്ല. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിയമവിദഗ്ധർ പലരും വളരെ വ്യക്തമാക്കിയിട്ടുള്ളത് പബ്ലിക് ഡൊമൈനിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിയെ ആസ്പദമാക്കി നടപടികളുമായി മുന്നോട്ട് പോകുവാൻ എല്ലാ നിലക്കും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അതുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തയ്യാറാകേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഇതിൻ്റെ മുകളിൽ WCCയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക പരാതിയോ ആവശ്യമോ ഉന്നയിക്കപ്പെടേണ്ട ആവശ്യം തന്നെ ഉണ്ട് എന്ന് തോന്നുന്നില്ല.